കഴിഞ്ഞ വർഷം ജനുവരിയിൽ സൗദിയിലെ അബഹയിലേക്ക് ഡ്രൈവർ ജോലിക്കായി പോയ കൊല്ലം കടക്കൽ സ്വദേശി വിജയദാസിന് ലഭിച്ചത് ആടുമേപ്പും തോട്ടത്തിലെ പണിയുമാണ്. സഹിക്കാൻ വയ്യാതായപ്പോൾ സ്പോൺസറിനെ വിട്ട് പുറത്തു ചാടി നിൽക്കുകയാണ് വിജയദാസ്. ഇന്ന് കിടക്കാനോ ഭക്ഷണത്തിനോ വകയില്ലാതെ കഷ്ടപ്പെടുന്ന വിജയദാസിന് എങ്ങനെയെങ്കിലും നാട്ടിലേക്കെത്തണം. അതിനുവേണ്ടി വിജയദാസിന്റെ അച്ഛനും അമ്മയും ഇന്ന് പ്രവാസി ലോകത്തിലേക്ക് എത്തിയിരിക്കും. വിജയദാസ് ഇതിനു മുമ്പ് പോയിട്ടുണ്ട് ഗൾഫിലില്ല, ആദ്യം പോയതാ. എത്ര വയസ്സുണ്ട്? 28 വയസ്സായി. കല്യാണം കഴിച്ചില്ല? ഇല്ല. എത്ര മക്കളാ? 3 മക്കളാ. 3 മക്കളാ. മൂത്തയാളാണ്. പഠിച്ചിട്ടുണ്ടാ? +2 വരെ പോയി. കമ്പ്യൂട്ടർ ഡിപ്ലോമ ഉണ്ട്. ഡ്രൈവിംഗ് അറിയാം. ഡ്രൈവറാണെന്ന് പറഞ്ഞിട്ടാ കൊണ്ടുപോയത്. എന്നിട്ട് ആട് മേയ്ക്കാൻ വിട്ടു. 11 മാസം ഈ കൊണ്ടുപോയ അറബിയുടെ കൂടെ വന്നു. അപ്പോൾ 11 മാസം ആയപ്പോൾ ഇതിനിടയ്ക്ക് ഈ കൊണ്ടുപോയ ആൾ തന്നെ അടുത്തോളം അടക്കമുള്ള ഒരാളാണ് കൊണ്ടുപോയത്. അപ്പം 11 മാസമായിട്ടും അക്കാമ എടുത്തു കൊടുക്കാനുള്ള സംവിധാനം ചെയ്തില്ല. അപ്പോൾ പല പ്രാവശ്യം ഈ കൊണ്ടുപോയ ആളിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അക്കാമ എടുത്തു കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കൊച്ചിനെ കയറ്റി വിടണമെന്ന് പറഞ്ഞ് അവൻ്റെ പല പ്രാവശ്യം വിളിച്ച് പറഞ്ഞതാണ്. അപ്പം ഇതിന് അക്കാമ പല പ്രാവശ്യം ഈ അറബിയെ കാണാൻ പോയിരുന്നു, പക്ഷേ അക്കാമ എടുപ്പ് നടന്നില്ല. 11 മാസമായി. അപ്പോൾ ശമ്പളമില്ല. ആദ്യം പോയി ആ 2 മാസം, ആദ്യത്തെ 1 മാസത്തിൽ പിന്നെ വണ്ടിയിലൊക്കെ അറബി കൊണ്ടുപോയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ആട് ഫാമിലിട്ട്. അപ്പോൾ ആദ്യത്തെ 2 മാസം 1000 രൂപ വീതം ശമ്പളം കൊടുത്തിരുന്നു. അത് ഈ ഗിരിയുടെ ഈ കൊണ്ടുപോയ ആളിൻ്റെ ഏർപ്പാട് തന്നെ. പിന്നെ അവരുടെ ബന്ധുവിൻ്റെ ഒരു അക്കൗണ്ടിൽ പൈസ വന്ന് ആ 2000 റിയാലിൻ്റെ പൈസ നമ്മളെ കൈ കിട്ടിയത്. അപ്പോൾ 1.5 ലക്ഷം രൂപ കടം വാങ്ങിച്ച് ഇവിടെ ചിലവാക്കി. അവനെ നമ്മുടെ മൂലധനമില്ലാത്ത കൂലിപ്പണിക്കാരാണ്. അപ്പം പിന്നെ ആ കടം കിട്ടിയ പൈസ 2 പേർക്ക് കൊടുക്കാനുള്ള അവർ പലരെന്നായിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ആ 2 പേർക്ക് ചില്ലറയായിട്ട് കൊടുക്കാനുള്ള പൈസ കൊടുക്കും. അത് കഴിഞ്ഞ് 11 മാസമായിട്ട് പിന്നെ ശമ്പളമില്ല. അവിടെ അങ്ങ് കിടപ്പായി. അപ്പോൾ നിവർത്തില്ല. ഫോൺ ചെയ്യുന്ന ഈ 11 മാസം ഞാൻ അങ്ങോട്ടാണ് ഫോൺ വിളിക്കുന്നത്. അന്ന് അവന് ഫോൺ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് വിളിക്കാൻ പറ്റും. അപ്പോൾ ഈ പിന്നെ കൊണ്ടുപോയ ആൾ തന്നെ വന്നിട്ട് അവനെ രാത്രി വന്ന് വണ്ടി കയറ്റിയിട്ട് പറഞ്ഞ് കയറ് എന്ന് പറയാം. അപ്പോൾ കൂടെ വേറെ ആളും കൂടെ ഉണ്ടായിരുന്നു. അയാൾ ഈ കക്ഷിയായിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ പുള്ളിയെ പിടിച്ച് അവർ നേരത്തെ പറഞ്ഞിരുന്ന അവരെ വണ്ടിയും കൊണ്ടുവരും കയറിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് അയാൾ റെഡിയായിരുന്നു. അപ്പോൾ എൻ്റെ മോന് പിന്നെ പറഞ്ഞതുമില്ല, ഒന്നും എടുക്കാൻ പാസ്പോർട്ടും അവൻ്റെ ഡ്രൈവിംഗ് ലൈസൻസും മാത്രം എടുത്തുകൊണ്ട് വണ്ടിയിൽ കയറി. അപ്പം രാത്രി അപ്പോൾ പറഞ്ഞ് പിന്നെ നീ വന്നില്ലെങ്കിൽ നിൻ്റെ പേര് കേസെടുത്ത് മറ്റവൻ ചാടിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് നിൻ്റെ പേര് കേസെടുത്ത് പിന്നെ അത്താക്കും നിനക്ക് നാട് കാണാൻ ഒക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഭീഷണി പിടിച്ചപ്പോൾ അവൻ അതിനുള്ള ഈ അത്ര ലോകപരിചയമുള്ള 28 വയസ്സുണ്ടെന്നുള്ളേ ഉള്ളൂ. ഇവനും കൂടെ വണ്ടി കയറി. അപ്പം വേറൊരു അറബിയുടെ തോട്ടത്തിൽ കൊണ്ടിറക്കി 1 മാസത്തോളം പിന്നെ ഈ കൊണ്ടുപോയ അവനും ഈ കൂടെ അവനും എൻ്റെ മോനും കൂടെ പോയ ആളും കൂടെ അവിടെ നിന്ന് അറബിയുടെ കൂടെ വന്നു. 1 മാസം നിന്നപ്പോൾ 1000 രൂപ അവിടെ നിന്ന് ശമ്പളം കൊടുത്തു. അപ്പോൾ അത് പിന്നെ അതിനിടയ്ക്ക് കൊണ്ടുപോയ ആൾ തന്നെ ഇവൻ്റെ പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസും എല്ലാം വാങ്ങിച്ചു. കടക്കിൽ പിന്നെ ഈയക്കോട് ഉള്ള ഒരു ഗിരിയെന്ന് വിളിക്കുന്ന ഗിരീഷ്. അപ്പം പിന്നെ പുള്ളി ഡ്രൈവിംഗ് ലൈസൻസും പിന്നെ എല്ലാം വാങ്ങിച്ചായിരുന്നു. വാങ്ങിച്ച് അവിടെ നിന്ന് ആ 1 മാസം നിന്നപ്പം ആദ്യത്തെ മാസം അവിടെ ഒരു പുതുതായിട്ട് സ്ഥലത്ത് ചെല്ലുമ്പോൾ ശമ്പളം വല്ല സന്തോഷമായിട്ട് 1000 റിയാൽ അവന് ശമ്പളം കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് 500 റിയാലും കൂടെ ഈ പുള്ളിയെ വാങ്ങിച്ചു. വായ്പായിട്ട് വാങ്ങിച്ചും വെച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ നിന്ന് പോയി. അപ്പം പാസ്പോർട്ടും ഇല്ല, ലൈസൻസും ഇല്ല, വേറെ രേഖകളില്ല, അക്കാമയൊന്നുമില്ല. അല്ല, ഈ പുള്ളിയെ കൊണ്ടുപോയ ആളാണ് വാങ്ങിച്ചത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 മാസത്തോളം അവിടെ നിന്ന് ആ അറബിയുടെ കൂടെ നിന്ന്. അപ്പോൾ പിന്നെ 10 പൈസയില്ല, ഫോൺ ചെയ്യാൻ നിവൃത്തില്ല. ഫോണല്ല ഈ അറബി വാങ്ങിച്ചങ്ങ് വെച്ചു. അപ്പോൾ വീട്ടിലും വിളിക്കാൻ നിവൃത്തില്ല, അങ്ങോട്ട് വിളിക്കാൻ നോക്കില്ല. അങ്ങനത്തെ അവസ്ഥയായപ്പോഴത്തേക്ക് ഇവർ തങ്ങളിൽ എന്തോ അഭിപ്രായ വ്യത്യാസമായിട്ടുണ്ട്. പൈസയും ഇല്ല, പിന്നെ ഫോൺ വിളിക്കാനും നിവൃത്തിയില്ല, പുറത്തിറങ്ങാനും നിവൃത്തില്ല. അങ്ങനത്തെ അവസ്ഥയായി ഇവർ തങ്ങളിൽ ശമ്പളവും കൊടുക്കാതായപ്പോൾ എന്തോ അഭിപ്രായ വ്യത്യാസം വന്ന് അറബികൾ ശരിക്കും അടിച്ച്. എൻ്റെ മാത്രമല്ല, 2 കൊച്ചുങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന് പിന്നെ നെടുവങ്ങാട്ടുള്ളയും ഒന്ന് വട്ടിയൂർക്കാവിലുള്ളയും. അവർക്ക് അവിടെ ചെന്ന് കണ്ടു പരിചയമുള്ളൂ. അപ്പോൾ ഈ 3 കൊച്ചുങ്ങളെയും കൂടെ അവർ ഓടിച്ചിട്ട് അടി കൊണ്ട് സഹിക്കാൻ വയ്യ കൊച്ചുങ്ങൾ ഇറങ്ങി ഓടി. മരത്തിലൊക്കെ പിടിച്ചിട്ടിട്ട് അടിച്ചെന്ന എൻ്റെ കൊച്ചിനെ മരത്തിൽ പിടിച്ചിട്ടിട്ട് അടിച്ചെന്ന് നമ്മളെ അവിടുത്തെ ഒരു സംഘടനയുടെ ഒരാളെന്നെ വിളിച്ച് മനുഷ്യനെടുക്കാൻ പറഞ്ഞു, എൻ്റെ കൂടെ പറഞ്ഞു. അപ്പം അത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടി. ഈ 3 കൊച്ചുങ്ങൾ കൂടി ഓടി. 3 പിള്ളേരാണ്. ഓടി നമ്മുടെ അടുത്തുള്ള ഒരു മലയാളി റൂമിനകത്ത് ഓടി ചെന്ന് കയറി. അപ്പോൾ അവിടെ നിൽക്കാൻ റോഡ് സൈഡിൽ ഓടി ചെല്ലുന്ന വീട്ടിന് അവിടെ നിൽക്കാനൊക്കെ ഇല്ലല്ലോ. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് പിന്നെ അപ്പോഴെ തന്നെ ആ പുള്ളിയുടെ ഫോണിൽ എന്നെ വിളിച്ച് എൻ്റെ നമ്പർ കാണാതെ അറിയാമായിരുന്നു. അപ്പോൾ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ പറഞ്ഞിങ്ങനെ കടക്കിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ആലങ്കോട്ടുള്ള. അപ്പോൾ പുള്ളി പറഞ്ഞ കുഴപ്പമില്ല, അരിച്ച് ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. അപ്പം ഇങ്ങോട്ട് അന്ന് ഒരു ദിവസം വിളിച്ചില്ല, പിറ്റേന്ന് തന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ കട്ട് ചെയ്ത് മറ്റങ്ങോട്ട് വിളിക്കും. ഗൾഫ് നമ്പർ
വിളിച്ച് പിന്നെ ഇവിടെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതുപോലെ തന്നെ അങ്ങ് ആകാനും ഇവിടെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ എനിക്ക് നമ്മൾ ഇവിടെ കേരളം വിട്ടു അങ്ങനെ പോയിട്ടില്ല, തമിഴ്നാട് വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ അറിയാവുന്ന പിള്ളേർ അബഹയിൽ നിന്ന കൊച്ചുങ്ങളുണ്ടായിരുന്നു. അബഹയിലായിരുന്നത്. അപ്പോൾ അബഹയിൽ നിന്ന ഒരു ഇല്ല ഇപ്പം പിന്നെ ഇവിടെ റിയാദിലാണുള്ളത്. റിയാദിലുണ്ട്, 4 മാസം കൊണ്ട് റിയാദിലുണ്ട്. വിജയദാസ് ഒരു അപേക്ഷ എംബസിയിലേക്ക് കൊടുക്കണം. താൻ ഇത്തരത്തിലുള്ള ഒരു കുടുക്കിൽപ്പെട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് എന്നെ നാട്ടിലേക്ക് അയക്കാനുള്ള സർവ്വ ചുമതലയും എംബസി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് ഈ കുട്ടിയോട് കൊടുക്കാൻ പറയണം. നിങ്ങൾ പ്രേമചന്ദ്രനെ വീണ്ടും പോയി കാണണം. ഇത് അദ്ദേഹത്തിന്റെ കൂടി ചുമതലയാണ് ഈ ആളെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ, ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രതിനിധിയാണ് NK പ്രേമചന്ദ്രൻ. നിങ്ങളുടെ കൊല്ലം സ്വദേശത്തുള്ള ആളുകൾ വിദേശത്ത് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടാനുള്ള വ്യക്തിയാണ് NK പ്രേമചന്ദ്രൻ. ഇത് വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ദീർഘകാലത്തെ പരിചയമുള്ള, പാർലമെന്റിൽ പരിചയമുള്ള NK പ്രേമചന്ദ്രൻ എന്ന ലോകസഭാ അംഗത്തിന് ഇതിൽ കൃത്യമായിട്ട് ഇടപെടാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം വിദേശകാര്യ വകുപ്പുമായി അടിയന്തരമായി ബന്ധപ്പെടാനുള്ള താല്പര്യം നിങ്ങൾ ഉണ്ടാക്കണം. അദ്ദേഹത്തെ പോയി കാണണം. തീർച്ചയായിട്ടും ഞാൻ കൂടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിങ്ങളെ കഴിയുന്നത്ര വേഗത്തിൽ സഹായിക്കും. എംബസിയോട് നിങ്ങളുടെ മകൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറയണം. ഇതുകൂടാതെ എനിക്ക് പ്രവാസലോകം പ്രവർത്തകരോട് പറയാനുള്ളത്, റിയാദിലുള്ള വിജയദാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലാണ്. എംബസി ഇടപെട്ട് അദ്ദേഹത്തെ നാട്ടിലയക്കാനുള്ള സഹായ സഹകരണങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. വിജയദാസ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി ചതിക്കപ്പെടുന്ന നിരവധി ചെറുപ്പക്കാരിൽ ഒരാളാണ്. ഒരു കേസല്ല, ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ അവരുടെ അച്ഛനും അമ്മയുമാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും സഹായിക്കാൻ നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ട്. വിജയദാസ് ചെയ്യേണ്ടത് എംബസിക്ക് കത്തയക്കുക. ഞങ്ങളുടെ സംഘടനയുണ്ട് അവിടെ. ഞങ്ങളുടെ സംഘടന എന്ന് പറഞ്ഞാൽ പ്രവാസലോകം പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അവരോട് അവരുടെ നമ്പർ ഇതിൽ കിട്ടും. അവരുമായി നിങ്ങൾ ടെലിഫോണിലോ മറ്റോ ബന്ധപ്പെട്ടാൽ അവർ ചില നിർദ്ദേശങ്ങൾ തരും. എംബസിയുമായി ബന്ധപ്പെടാനുള്ള അവർ സഹകരണങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും നോർക്ക പോലുള്ള സ്ഥാപനങ്ങളുടെ സഹായവും നിങ്ങൾക്കുണ്ടാവും. നോർക്കയെ നിങ്ങൾ സമീപിക്കണം. നോർക്കയിൽ പോയിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ഒരു അപേക്ഷ കൊടുക്കണം. വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ കൂടിയാൽ വിജയദാസ് തീർച്ചയായിട്ടും നാട്ടിൽ തിരിച്ചെത്തും. വിജയദാസ് അതിനുവേണ്ടി ശ്രമിക്കണം. അമ്മയ്ക്ക് എന്തെങ്കിലും പറയണ്ട? ആയിക്കോട്ടെ. മോളി സെബാസ്റ്റ്യനെ പോലെ നൂറുകണക്കിന് വീട്ടുതൊഴിലാളികളാണ് സൗദിയിൽ മോചനം കാത്തു കഴിയുന്നത്. തൊഴിൽ വിസകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ UAE എക്സ്ചേഞ്ച് പ്രവാസി ലോകം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.